ഷേ, ആ കുട്ടമാമ കല്യാണം വിളിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നല്ല 2 സാരി എടുത്തോണ്ടിരായിരുന്നു. അതിന് സാരീന്റെ കാര്യത്തിൽ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഫുഡ് അടിച്ചാ പോരെ? പിന്നെ ഫുഡ് കഴിക്കാനാണോ കല്യാണത്തിന് പോണത്? അല്ലാതെ പിന്നെ കല്യാണ ചെറുക്കനും പെണ്ണിനും മേക്കപ്പ് ഇട്ട് ഒരുക്കി കൊടുക്കാനല്ലേ നമ്മുടെ പണി. എന്റെ പൊന്നപ്പ ജീവനോടൊക്കെ ആരെങ്കിലും പറയൂ? ഇവന് ഈ തീറ്റ തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. പിന്നെ കഴിക്കാത്ത ഒരു മുതല്. അപ്പച്ചി, ഞാൻ എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി ബ്ലോഗ് എടുക്കും. ഈ ചേച്ചിക്ക് വ്ളോഗിനല്ലേ ചിന്ത മാത്രമേ ഉള്ളൂ. എന്റെ പൊന്ന ചേച്ചി, ഞങ്ങളുടെ അടുത്തൊന്നും വരല്ലേ ക്യാമറ നോക്കിക്കൊണ്ട്. നീ പോടെ അവിടെ നിന്ന് ഞാൻ ബ്ലോഗ് എടുക്കണേന്ന് നിനക്കെന്താ കുഴപ്പം? അപ്പച്ചി, ഇതൊക്കെ നാണം കെടുത്താനുള്ള പരിപാടി കേട്ടോ. മോളെ, നിനക്ക് വ്ളോഗ് എടുക്കണമെങ്കിൽ എല്ലാ കാഴ്ച ബംഗ്ലാവിലും പോയി എടുക്കും. അതാവുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നിനക്ക് മാച്ച് ആയിരിക്കും. അപ്പച്ചിയും കൂടെ പോരാ, അപ്പൊ അപ്പച്ചീനും ചേർത്ത് ഞാൻ എടുത്തോളാം. അതെ, നിനക്കൊന്നും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെ പറ്റിയുള്ള ഒരു സെൻസ് ഇല്ല. ട്രെൻഡ് അറിഞ്ഞൂടാ, ക്ഷമിക്കണം. നിനക്ക് മാത്രമേ അറിയുള്ളൂ. അതെ, എനിക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളവിടെ പോയിട്ട് ആ ബ്രൈഡിന്റെ കോസ്റ്റ്യൂമും മേക്കപ്പും ഓർണമെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാണ്ടല്ല എന്തു യൂസ് ആയിരിക്കും എന്ന് പറയും. മില്യൺസ് അടിക്കും, മില്യൺസ്. എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ നിക്കർ ഇട്ട് ഇന്നരാ, അത് ചേച്ചി വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്, നല്ല വ്യൂസ് കിട്ടും. നീ പോടാ അവിടെ നിന്ന്. നിന്റെ കിണക്കാച്ചി നിക്കർ കാണാതിരിക്കുന്നവരൊന്നല്ല എന്റെ ഫോളോവേഴ്സ്. അപ്പച്ചിയും മക്കളും കൂടെ ഒരു ചിരി. ചിരിക്കാനും പാടില്ലേ? എന്നെ കളിയാക്കിക്കൊണ്ടായിരിക്കും. അമ്മ എന്തിനാ ഞങ്ങൾ കളിയാക്കണ്? എന്നാ ഞാൻ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി വന്നാ. ഞങ്ങളെയോ? ഞങ്ങളെന്തിനാ കളിയാക്കുന്നത്? എടി, നിനക്കൊക്കെ നാണമില്ലേടി കുട്ടന്റെ വീട്ടിലെ കല്യാണത്തിന് പോവാൻ? അതിന് കല്യാണത്തിന് ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടല്ലേ പോണ്. എന്നെ നിന്നെ വിളിച്ചോ കല്യാണത്തിന്? എല്ലാവരും വിളിക്കുമ്പോ ഞാനുണ്ടായിരുന്നില്ല കൂട്ടത്തില്. അയ്യടി, കുട്ടൻ പ്രകാശനെ മാത്രം വിളിച്ചതു. അതിന് എന്തുവാ പറയുന്നേ? പ്രകാശേട്ടന്റെ മുഖത്തൊക്കെയാണ് വിളിച്ചത്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞു എല്ലാവരും വരണോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ആ എല്ലാവരും ഞാനില്ലേ? ഓ, ഞാനുണ്ട്. ആ, അല്ല അച്ചമ്മീ, ശരിക്കും കുട്ടനാരാ? അതുപോലും അറിയാൻ മേലാത്ത നീയൊക്കെയാണോടി കല്യാണത്തിന് പോണത്? അയ്യേ, അതിന് പറയണത് പോയാ പോരെ. ശരിക്കും ആരാ കുട്ടമാമ? അതൊന്നും അറിയണ്ട. നീ വരില്ലല്ലോ കല്യാണത്തിന്? ഞാൻ പോണ്ട്. അമ്മ നീ വരണ്ട. ആരാണെങ്കിലും ഇപ്പൊ എന്ത് കല്യാണത്തിന് പോയാ പോരെ. എന്നാ നീയൊക്കെ പൊക്കോടി. അതിന് ഞാനെന്ത് വേണം? അപ്പൊ അച്ചമ്മ തന്നെയില്ലേ? നിനക്കൊക്കെ നാണമില്ലേടി? ആ, നാണമില്ല. അതെ, ഞങ്ങക്ക് കുറച്ച് നാണമൊക്കെ ഉണ്ട്. എടേ, രക്തബന്ധത്തെക്കാൾ വലുത് സ്നേഹബന്ധമാണ്. എനിക്ക് ആ ബന്ധമുണ്ട്. നിനക്കില്ലേ? നീ വരണ്ട. നിനക്കില്ലേ സ്നേഹം? എനിക്ക് നല്ല സ്നേഹമുണ്ട്. ആ, നിനക്കില്ലേ സ്നേഹം? ആ, ഉണ്ട്. ആ, അത് മതി. അല്ല, എനിക്ക് വരണോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം മുന്നാട് കപ്പ് ചായ കുടിക്കും. വേറൊന്നും ഇല്ല. ഇന്ന് ഹിന്ദിക്കാര് സ്ഥലം കാണാൻ വരുമ്പോ അവരെയും കൊണ്ടുപോയി ചെലവ് ചെയ്യാൻ ഇത് വേണുക്കുട്ടന് കൊടുക്കാം. എന്താ ഒരു കള്ളലക്ഷണം? ഒരു കള്ളലക്ഷണവും ഇല്ല. മുഖത്തുണ്ടല്ലോ. ജന്മനാ ഉള്ളതാ, മാറത്തില്ല. എന്താണ്? അല്ല, അമ്മയില്ലാതെ നമ്മളെങ്ങനെ കല്യാണത്തിന് പോവാ? നമ്മൾ 5 പേരും കൂടെ കാറിൽ കയറി അങ്ങ് പോകും. അത് ശരിയാവൂല. അവിടെ എല്ലാരും ചോദിക്കത്തില്ലേ? ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് അമ്മയുടെ കൈയും കാലും ഒക്കെ കെട്ടി വണ്ടിക്കകത്ത് എടുത്തിട്ടുണ്ട് പോവാം. ആ, എന്നാ അങ്ങനെ കൊണ്ടുപോകും. എന്തൊക്കെ ഒന്ന് പറയാൻ വരുമ്പോ ഞാൻ അതൊന്നല്ല. നിങ്ങളമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ തെറ്റിദ്ധാരണയുണ്ട്. എന്തോ തെറ്റിദ്ധാരണ? നിങ്ങൾ പോയിട്ട് ഒന്ന് സോപ്പിട്ടിട്ട് പറഞ്ഞു നോക്ക്, അപ്പൊ ശരിയാവും. ആരോട്? അമ്മയോട്? ബെസ്റ്റ്. ഞാൻ പിടിച്ച മയിലിന് 4 കൊമ്പ് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന ആളുടെ അടുത്താണ് ഞാൻ പോയി ഉപദേശിക്കേണ്ടത്. നടക്കത്തില്ല മകളെ. ഞാനൊരു ഐഡിയ പറയാം. നീ പുന്നാര വരുമ്പോളല്ലേ, നീ പോയൊന്ന് ഉപദേശിക്കേ. എന്നിട്ട് വേണം അമ്മയുടെ വയലെ തെറിമ വരും ഞാൻ കേൾക്കാനല്ലേ? ഇങ്ങനെ എന്താ ആഗ്രഹം? അത് നടക്കാതെ വരിക. നിങ്ങൾക്കാവുമ്പോൾ നല്ല ശീല, ചീത്ത കിട്ടും. വേറെ പണി നോക്കിട്ടാ പോവണേ. എന്താ വേറൊരു കാര്യം പറയാ? എന്ത് കാര്യ പറ. നിങ്ങൾ കുട്ടമ്മാമനെ വിളിക്ക്. അത് ഐഡിയ. നീ മിടുക്കിയ കേട്ടാ. കുട്ടമ്മാമനെ വിളിച്ചിട്ട് പറയാം, അമ്മയ്ക്ക് ചിക്കൻ കുനിയാണ്, അല്ലെ വേറെ എന്തെങ്കിലും ഒക്കെ മാരക രോഗമാണ്, അമ്മ കിടപ്പിലാണ്, വരില്ല എന്ന് പറയാം. അങ്ങനെയൊന്നും പറയാനല്ല പറഞ്ഞത്.
കുട്ടമ്മാവനെ വിളിച്ചിട്ട് പറയണം കുട്ടമ്മാവൻ ഇവിടെ കല്യാണം പറയാൻ വന്നപ്പോൾ അമ്മയെ സ്പെഷ്യലായിട്ട് കല്യാണം പറഞ്ഞില്ല, അതുകൊണ്ട് അമ്മ കല്യാണത്തിന് വരുന്നില്ല എന്നാ പറയുന്നതെന്ന് പറയണം. ഉള്ള സത്യം മുഴുവൻ പറയാനാ? അങ്ങനെ പറയണം. അതിനെന്താ? എടി അമ്മ പകുതിയാണെങ്കിൽ മറ്റേത് മുഴുഭ്രാന്താ. എന്റെ തലേ കയറി തന്തയ്ക്ക് വിളിക്കുമെങ്കിൽ. അല്ല, കുട്ടമ്മാവൻ ഒന്ന് വിളിച്ചെഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. പറ്റത്തില്ലെങ്കിൽ ആ പുലാവോ നീ വിളിക്കും? ഞാൻ വിളിക്കത്തില്ല. ഇനി വിളിച്ചു പറ, നിന്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടിയല്ലേ? ഇല്ല, എന്റെ അമ്മയല്ല കല്യാണത്തിന് വരേണ്ടത്, നിങ്ങളെ അമ്മയെ കല്യാണത്തിന് വരേണ്ടത്. ഞാൻ വിളിക്കത്തില്ല. ഓ, അങ്ങനത്തെ വേറെ കൃത്യമൊക്കെ ഉണ്ട്. എന്നാലേ എനിക്ക് നല്ല സൗകര്യമില്ല. എന്നാ വിളിക്കണ്ട. വിളിക്കണ്ട. എന്തെങ്കിലും ചെയ്യടി, ഞാൻ വിളിക്കത്തില്ല. വിളിക്കണ്ട. ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, ഞാനും വിളിക്കത്തില്ല.